മഹാകവി വള്ളത്തോൾ രചിച്ച ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തെ പ്രധാനമായും ആധാരമാക്കി മറ്റൊരു ഗണേശ കഥ കൂടി ചേർത്ത് തയ്യാറാക്കിയ ലഘു ദൃശ്യാവിഷ്കാരം ശിഷ്യനും മകനും. അശങ്കമാമാനി വൃഷാംഗ ശിഷ്യൻ അമർഷവേഗത്തിനധീനനായി അച്ഛൻ കൊടുത്തോരു കൊടും കുഠാരം മകന്റെ നേർക്കക്ഷണമാഞ്ഞു വിട്ടു. രാമായുധം ഭീമസുതന്റെ വാമഗണ്ഡസ്ഥലത്തിൽ സഹസാ പതിച്ചു. അക്കുംഭിവക്ത്രന്റെ ഇടത്തുകൊമ്പോ നിർഘാതഘോരാരവമായി നിലത്തും. അക്കൊമ്പു ചെമ്മണ്ണടിയിൽ കിളർന്ന കൈലാസശൃംഗങ്ങളിലൊന്നിനൊപ്പം കടയ്ക്കു രക്താങ്കിതമായി വീഴ്കെ ബ്രഹ്മാണ്ടമൊട്ടുക്കൊരു ഞെട്ടൽ ഞെട്ടി. നമോ നമഃ നമോ നമഃ നമോ നമഃ ശിവായ. നമോ നമഃ നമോ നമഃ നമോ നമഃ ശിവായ. മാതാവേ നമസ്കാരം, പിതാവിനും നമസ്കാരം. ഗണേശ, എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ നന്ദിയോടൊപ്പം കളിച്ചുല്ലസിക്കുകയായിരുന്നു മാതാവേ. മാതാവിനും പിതാവിനും വന്ദനം. മക്കളെ, നിങ്ങൾ ഈ ഭൂമി മുഴുവൻ പ്രദക്ഷിണം ചെയ്തു വരൂ. നിങ്ങളുടെ അറിവ് വാനോളം ഉയരുവാൻ അത് ഇടയാക്കും. ആജ്ഞ പോലെ. ഭൂമി പ്രദക്ഷിണം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു പിതാവേ. നീ എന്താണ് ചെയ്യുന്നത് ഗണേശ? ഭൂമി പ്രദക്ഷിണം ചെയ്യുവാനല്ലേ നാം നിർദ്ദേശിച്ചത്? അതെ പിതാവേ, ഭൂമി പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമാണ് സ്വന്തം മാതാവിനെ പ്രദക്ഷിണം ചെയ്തു വന്ദിക്കുന്നത്. അത്രയും മഹത്തായ യാഥാർത്ഥ്യമാണ് അമ്മ. പ്രത്യക്ഷ ദൈവമാണ് അമ്മ. പുത്ര, നിന്റെ അറിവും ചിന്തയും ബുദ്ധിയും അഭിനന്ദനീയം തന്നെ. നീ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. മക്കളെ, ഞങ്ങൾ വിശ്രമത്തിനായി പോകുന്നു. നിങ്ങൾ ഇവിടെ ദ്വാരപാലകരായി കാവൽ നിൽക്കുക.
ശിഷ്യനായ പരശുരാമനാണ്. പിതാവും മാതാവും വിശ്രമത്തിലാണ് മഹാത്മാവേ. കുറച്ചു കാത്തിരിക്കൂ. എനിക്ക് മഹാദേവനെ കണ്ടേ തീരൂ. ഗുരുസവധത്തിലേക്ക് ഏത് ശിഷ്യർക്കും കടന്നു ചെല്ലുവാൻ അനുവാദമോ ഉചിതമായ സമയമോ ആവശ്യമില്ല. പിതാവ് വിശ്രമത്തിലായതിനാൽ ഞങ്ങളെ കാവൽ നിർത്തിയിരിക്കുകയാണ്. വഴി തടയാതെ മാറി നിൽക്കൂ. വഴി മാറു ഗണേശ. മഹാത്മാവേ, മാതാപിതാക്കൾ വിശ്രമത്തിലായതിനാൽ അനുവാദം ചോദിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാവൂ. അനുവാദം കൂടാതെ ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. ശിഷ്യനായ എന്നെ തടയുവാൻ നിനക്ക് എന്ത് അധികാരം? അകത്തേക്ക് കയറാൻ ഞാൻ അങ്ങ് അനുവദിക്കില്ല. മാതാവേ, അങ്ങ് സമ്മാനിച്ച മഴ കൊണ്ടാണ് ശിഷ്യൻ പുത്രന്റെ കവിൾത്തടവും കൊമ്പും മുറിച്ചത്. കിട്ടിയില്ലേ ഗുരുദക്ഷിണ വേണ്ടുവോളം? ഇനിയും ദിവ്യായുധം വല്ലതും കയ്യിലുണ്ടെങ്കിൽ കൊടുത്ത് അനുഗ്രഹിക്കൂ. വിദ്യ അർഹിക്കുന്നവർക്കാണ് നൽകേണ്ടത്. മകൻ പരിക്കേറ്റ് മരിച്ചാലെന്ത്? മഹാനായ ശിഷ്യൻ അടുത്തില്ലേ? മഹാദേവ, തെറ്റുപറ്റിപ്പോയി. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഗുരുവിന് ശിഷ്യനും മകനും തുല്യരാണെന്ന മഹത്തായ യാഥാർത്ഥ്യം നീ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പാർവതി. തായ് തീർക്കുവാൻ തക്കൊരു നല്ല കൊമ്പ് യാതൊന്നിൽ നിന്നോ മഴുവിന്നു കിട്ടി. അശാഖിയെ തന്നെ യഥാശു വെട്ടി വീഴ്ത്തുന്നു കാർത്തജ്ഞ വിജൃംഭിതത്താൽ. എന്തൊക്കെയോ ഹന്ത കഥിച്ചു വീണ്ടും സുതാംഗഭംഗാർദിതയായ ദേവി. ഭർത്താവതിനുത്തരമൊന്നുമോദീല ഉത്കണ്ഠ പാർശ്വസ്ഥിതർ പാഴിലേന്തി. ശിഷ്യൻ പ്രവർത്തിച്ചതു വീരധർമ്മം സുതാംഗ വൈകല്യമൊരുഗ്രശല്യം. സർവജ്ഞനെന്നാലും ഇതിങ്കൽ ന്യായം തോന്നാഞ്ഞു ചിന്താവശനായി മഹേശൻ. സർവജ്ഞനെന്നാലും ഇതിങ്കൽ ന്യായം തോന്നാഞ്ഞു ചിന്താവശനായി മഹേശൻ.